ഈ പ്രപഞ്ചം സ്റ്റാർട്ട് ചെയ്തതിന് 3,80,000 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രപഞ്ചം എങ്ങനെയായിരുന്നു ഇരുന്നത് എന്നതിന്റെ ഡാറ്റ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ ഈ ഒരു ഡാറ്റയും പ്രപഞ്ചം ഇപ്പോ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നതിന്റെ ഡാറ്റയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് ഈ രണ്ട് ഡാറ്റയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്ന വേഗത വളരെ വളരെ കൂടുതലാണ്. ലിറ്ററലി നമുക്കറിയാവുന്ന ഫിസിക്സിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള വേഗതയെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനെയാണ് ക്രൈസിസ് ഇൻ കോസ്മോളജി എന്ന് ശാസ്ത്രജ്ഞന്മാര് വിളിക്കുന്നത്. ഇതിനിപ്പോ എന്തുകൊണ്ടാണ് ഒരു ക്രൈസിസ് എന്ന് വിളിക്കാൻ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടുപിടുത്തത്തിലേക്ക് നമ്മൾ പോയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു 100 വർഷം പുറകോട്ട് നമ്മൾ പോകേണ്ടി വരും. 1920കളിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി മാത്രമാണ് ഈ പ്രപഞ്ചം എന്നാണ്. കേൾക്കുമ്പോൾ വളരെയധികം സില്ലി ആയിട്ട് ഇപ്പോ തോന്നുമെങ്കിലും അന്നത്തെ നമ്മുടെ ചിന്താഗതി അങ്ങനെയായിരുന്നു. ആ കാലത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ലിറ്ററലി ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുന്ന സംഭവങ്ങളാണ് എന്നാണ് ആ കാലത്തെല്ലാം നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ചിന്താഗതിക്ക് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ആ കാലത്ത് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് ചില നക്ഷത്രങ്ങളൊന്നും അത് നക്ഷത്രങ്ങളെ ആയിരുന്നില്ല. അതായത് വളരെയധികം ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു ഒട്ടുമിക്ക നക്ഷത്രങ്ങളും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് നക്ഷത്രങ്ങളെ ആയിരുന്നില്ല, മറിച്ച് ഒരു എൻറ്റയർ ഗാലക്സികളായിരുന്നു എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായത്. അതായത് മിൽക്കി വേ ഗാലക്സി മാത്രമാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്താണ് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവം ഇദ്ദേഹത്തിന് മനസ്സിലായതോടെ ഇദ്ദേഹത്തിന് വളരെയധികം ക്യൂരിയോസിറ്റി തോന്നി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഓരോരോ ദിവസങ്ങൾ ഇതേ നക്ഷത്രങ്ങളെയും ഇതേ ഗാലക്സികളെയും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇദ്ദേഹം അടുത്ത ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഡിസ്കവറി നടത്തുന്നത്. സംഭവം എന്താ വെച്ചാൽ ഇദ്ദേഹം ആദ്യം ഒരു ഗാലക്സിയെ കാണുന്നു. പിന്നീട് 1-2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇദ്ദേഹം അതേ ഗാലക്സിയെ തന്നെ ഒബ്സർവ് ചെയ്യുന്നു. പക്ഷെ രണ്ടാമത്തെ തവണ ഇദ്ദേഹം ഈ ഒരു ഗാലക്സിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഗാലക്സിയുടെ കളർ പയ്യെ റെഡ് കളറിലേക്ക് മാറുന്നതായിട്ട് ഇദ്ദേഹം ശ്രദ്ധിച്ചു. അതിന്റെ അർത്ഥം വേറൊന്നല്ല, ഇദ്ദേഹം ഈ ഗാലക്സിനെ ആദ്യത്തെ ദിവസം ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു കളറും പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് ഒബ്സർവ് ചെയ്തപ്പോൾ അത് റെഡ് കളറിലേക്ക് പയ്യെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് റെഡ് ഷിഫ്റ്റ്. ലൈറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വേവ് ആണ്. അപ്പോ ഈ വേവിന്റെ വേവ് ലെങ്ത് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചാണ് ഈ ലൈറ്റിന്റെ വിസിബിൾ കളർ മാറി മാറി വരുന്നത്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ലൈറ്റിന്റെ വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് അവിടുത്തെ കളർ പയ്യെ റെഡിലേക്ക് മാറും. നേരെ മറിച്ച് ലൈറ്റിന്റെ വേവ് ലെങ്ത് കുറഞ്ഞ് അതായത് ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന ഒരു സിറ്റുവേഷനിൽ ലൈറ്റിന്റെ കളർ നീല കളറായിട്ട് മാറും. അതായത് ഇപ്പൊ എന്റെ മുഖത്തേക്ക് അടിക്കുന്നത് ഒരു വൈറ്റ് കളർ ലൈറ്റ് ആണ്. അപ്പോ ഈ ലൈറ്റിന്റെ വേവ് ഞാൻ കയ്യിലേക്ക് എടുത്തിട്ട് അതിനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റ് കളർ മാറിയിട്ട് അത് റെഡ് കളർ ആവും. അതാണ് ശരിക്കും ഇവിടുത്തെ ഒരു സംഭവം. ഇതേ ഫിനോമിനൻ തന്നെയാണ് ഹബിൾ അദ്ദേഹത്തിന്റെ ആ ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ ഗാലക്സിയുടെ കളർ ചേഞ്ചിലൂടെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. ഇതേ ഐഡിയ തന്നെ ഈ ഗാലക്സിയിൽ നിന്ന് വരുന്ന ലൈറ്റ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത്തെ തവണ ഇദ്ദേഹം ആ ഒരു ഗാലക്സിനെ ഒബ്സർവ് ചെയ്തപ്പോൾ അത് ചെറുതായിട്ട് റെഡ് കളർ ആയതിന്റെ അർത്ഥം അവിടുത്തെ ആ ഒരു ലൈറ്റിന്റെ വേവ് ലെങ്ത് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇദ്ദേഹം കണ്ടിരിക്കുന്ന ആ ഒരു ഗാലക്സി ഒരുപാടധികം ദൂരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കണ്ടുപിടുത്തത്തോടെ നമ്മുടെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതായത് വലിഞ്ഞിങ്ങനെ വലുതായി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അതിനുശേഷം സയന്റിഫിക് കമ്മ്യൂണിറ്റി ഈ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ പ്രപഞ്ചം വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം സംഭവിച്ചത് വെറും 100 വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതൊക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഊതി വീർപ്പിക്കാത്ത ബലൂൺ കയ്യിലെടുക്കുക, എന്നിട്ട് അതിന്റെ രണ്ടറ്റത്തും മാർക്കർ കൊണ്ട് 2 കുത്തുക. എന്നിട്ട് ഈ ഒരു ബലൂൺ ഊതി വീർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മേജർ ഒബ്സർവേഷൻ ഇവിടെ കാണാൻ കഴിയും. അതായത് ഈ 2 കുത്തുകൾ തമ്മിലുള്ള ആ ഒരു അകലം കൂടി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനും കഴിയും. അങ്ങനെ ഇവിടുത്തെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ബലൂൺ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ 2 കുത്തുകൾ 2 ഗാലക്സികളാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ എത്ര വേഗത്തിലാണ് ഈ ബലൂൺ വീർക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? എത്ര വേഗതയിലാണ് ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നത്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഉത്തരം.
ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രപഞ്ചം എത്ര വേഗത്തിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ കാലത്തെ ശാസ്ത്രജ്ഞന്മാർ ഒരു വഴി കണ്ടെത്തുന്നു. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രപഞ്ചം സ്റ്റാർട്ട് ചെയ്തത് ബിഗ് ബാങ് എന്ന് പറയുന്ന ആ ഒരു സഡൻ എക്സ്പാൻഷന് ശേഷം ആണ് എന്നുള്ളൊരു അസംഷൻ ആണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നത്. ബിഗ് ബാങ് എന്ന ഒരു പ്രതിഭാസം സംഭവിച്ചിട്ട് 3,80,000 വർഷങ്ങൾക്ക് ശേഷം കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിച്ചു. ഈ പേര് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നിക്കാം, പക്ഷെ CMB എന്ന് പറയുന്നത് ബേസിക്കലി ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് മാത്രമാണ്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രകാശം. അങ്ങനെ CMBയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അനാലിസിസിലൂടെ നമ്മുടെ പ്രപഞ്ചം ഈ ഒരു സ്പീഡിലൂടെ ആയിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു എക്സ്പാൻഷൻ റേറ്റ് ഇല്ലേ, ഒരു വേഗതയില്ലേ, അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു സൂത്രപ്പണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. 3 ആളുകൾ രാത്രി 12 മണിക്ക് ഒരു റോഡിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഈ റോഡ് എന്ന് പറയുന്നത് വളവും തിരിവുള്ള റോഡൊന്നല്ല, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡാണ്. ഇവിടെ 2 ആളുകളുടെ കൈവശം ഒരേ മോഡലിലുള്ള 2 ടോർച്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഈ ടോർച്ചുകൾ പുറപ്പെടുവിക്കുന്ന ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് ഒരാള് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയിട്ട് ടോർച്ച് അടിക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് രണ്ടാമത്തെ ആള് 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ടോർച്ച് അടിക്കുന്നു. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇവിടെ ആരായിരിക്കും അടുത്ത്, ആരാണ് 2 കിലോമീറ്ററിനപ്പുറം നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ കാരണം എന്താണ്? ഇവിടെ ഈ 2 ടോർച്ചുകളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അതായത് 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന ടോർച്ചിന്റെ ബ്രൈറ്റ്നെസ് അത്യാവശ്യം ബ്രൈറ്റ് ആയിരിക്കും. ഈ 2 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു ബ്രൈറ്റ്നെസ് വളരെയധികം കുറവായിരിക്കും. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ 2 വ്യക്തികളുടെ കൈവശമുള്ള ടോർച്ചിന്റെ ബ്രൈറ്റ്നെസ് എന്തോരം ഉണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുശേഷം ഈ 2 വ്യക്തികളിൽ നിന്ന് വരുന്ന ആ ഒരു ടോർച്ച് ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് നമ്മൾ മെഷറും കൂടി ചെയ്യുന്നു. അങ്ങനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈവശം 3 ഡാറ്റയാണ് ഉള്ളത്. ഈ ടോർച്ചിന്റെ യഥാർത്ഥ ബ്രൈറ്റ്നെസ്സും, ആദ്യത്തെ കിലോമീറ്ററിൽ നിൽക്കുമ്പോൾ ഉള്ള ബ്രൈറ്റ്നെസ്സും, രണ്ടാമത്തെ കിലോമീറ്ററിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ബ്രൈറ്റ്നെസ്സും. ഈ 3 ഇൻഫോർമേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളിൽ നിന്ന് ആദ്യത്തെ ലൈറ്റ് എത്ര കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് വരുന്നതെന്നും രണ്ടാമത്തെ ലൈറ്റ് എത്ര കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് വരുന്നതെന്നും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മുടെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ വേഗത ഇവരെങ്ങനെയാണ് കൺഫേം ചെയ്തത് എന്ന് നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് പ്രപഞ്ചത്തിൽ നമ്മൾക്കറിയാവുന്ന ബ്രൈറ്റ്നെസ് ഉള്ള 2 ടോർച്ചുകളാണ്. അവിടെയാണ് സ്റ്റാൻഡേർഡ് കാൻഡിൽസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പൊങ്ങി വരുന്നത്. സംഭവം വേറൊന്നല്ല, ഇത് ശരിക്കും ഒരു നക്ഷത്രമാണ്. ഇത്തരം വലിയ നക്ഷത്രങ്ങളുടെ മരണം അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഒരു പൊട്ടിത്തെറിയായിരിക്കും. ഇതിന്റെ പേരാണ് സൂപ്പർനോവ. അപ്പോ സ്റ്റാൻഡേർഡ് കാൻഡിൽസ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ പെടുന്ന നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബ്രൈറ്റ്നെസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതായത് നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ഈ 2 പേരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ടോർച്ചിന്റെ ബ്രൈറ്റ്നെസ് സെയിം എന്ന് പറയുന്നത് പോലെ ഈ സ്റ്റാൻഡേർഡ് കാൻഡിൽസ് എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്രൈറ്റ്നെസ്സും സെയിം ആയിരിക്കും. ഞാൻ എങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു നക്ഷത്രവും മറ്റൊരു നക്ഷത്രവും വേറൊരു നക്ഷത്രവും അതിനപ്പുറം കിടക്കുന്ന ഒരു നക്ഷത്രവും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസിന്റെ കാൽക്കുലേഷൻ ഉപയോഗിച്ച് നമ്മുടെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ വേഗത ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടി. ഇവിടെ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഒരു ഡാറ്റ, അതായത് CMB ഉപയോഗിച്ചിട്ടിരിക്കുന്ന ആ ഒരു ഡാറ്റയേക്കാൾ 9% വേഗത കൂടുതലാണ് രണ്ടാമത് കണ്ടുപിടിച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം കിടക്കുന്നത്. ഈ 2 മെത്തേഡുകളും ശരിക്കും പറഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ടുള്ള സയന്റിഫിക് മെത്തേഡ്സ് ആണ്. പക്ഷേ ഈ 2 മെത്തേഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ആയിക്കോട്ടെ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മുടെ കൈവശമുള്ള ഫിസിക്സ് ഉപയോഗിച്ച് ഒരിക്കലും ഈ ഒരു മിസ്മാച്ച് സംഭവിക്കരുത്. പക്ഷെ എങ്ങനെയോ അത് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വേറൊരു അസംഷനിലേക്ക് വന്നെത്തി. അതായത് രണ്ടാമത്തെ ആ ഒരു ടെസ്റ്റ് ഇല്ലേ, അത് നടത്തിയിരിക്കുന്നത് വിഷ്വൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. അത് നടത്തിയിരിക്കുന്നത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇത് വിഷ്വൽ ഡാറ്റ ആയതുകൊണ്ടും ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ
അവിടെ എന്തെങ്കിലും മനുഷ്യൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെല്ലാർ ക്രൗഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളൊരു ന്യായം പറഞ്ഞുകൊണ്ട് അന്ന് അവർ ഈ ഒരു സംഭവത്തെ തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയി 2021 എത്തുന്നു. JWST എന്ന് പറയുന്ന വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ പിന്നെയും അനലൈസ് ചെയ്യുന്നു. അതായത് പണ്ട് ഹബിൾ ടെലിസ്കോപ്പ് എന്താണോ ചെയ്തത് അത് തന്നെ JWST റിപ്പീറ്റ് ചെയ്തു. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്, ഹബിൾ ടെലിസ്കോപ്പിന് സംഭവിച്ചത് ഒരു മിസ്റ്റേക്ക് അല്ലായിരുന്നു. ആ കാലങ്ങളിൽ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ആ ഒരു വാല്യൂ അത് 100% ശരിയായിരുന്നു. ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് മനുഷ്യർക്ക് അറിയാവുന്ന ഫിസിക്സിനാണ്. ഈ ഒരു കണ്ടുപിടുത്തത്തോടെ നമ്മുടെ പ്രപഞ്ചം പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗത്തിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത്ര അധികം വേഗത്തിൽ നമ്മുടെ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം ഒരുപാടധികം തിയറികളും ഒരുപാടധികം ഹൈപ്പോത്തസിസും മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പറക്കുന്തളിയെ UFO എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി ഒരുപാടധികം തിയറികളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും പുച്ഛമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള തിയറികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. ക്രൈസിസ് ഇൻ കോസ്മോളജി എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത് ശാസ്ത്രത്തിന്റെ ഒരു തോൽവിയല്ല, പകരം നമ്മുടെ ഒരു ലിമിറ്റേഷൻ ആണ്. നമ്മൾക്കറിയാവുന്ന ഒരു സംഭവമല്ല ശരിക്കും ഈ പ്രപഞ്ചത്തിലുള്ളത്. ഇപ്പൊ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ക്രൈസിസ് ഇൻ കോസ്മോളജി എന്ന് പറയുന്നത് അത് പുതിയ ഒരു ശാസ്ത്രമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് സയൻസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ടൂള് മാത്രമാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് മാത്രമാണ് ശരിക്കും സയൻസ്. അതിന്റെ അർത്ഥം വളരെയധികം സിമ്പിളാണ്. ശാസ്ത്രം പറയുന്നതാണ് അവസാന വാക്ക് എന്ന് വിശ്വസിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ ഒരു മീനിങ് ഇല്ല. ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ യഥാർത്ഥ മീനിങ് വരും ദിവസങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അഭിയുഗം എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ശാസ്ത്രത്തെ മാത്രം ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരു ചാനലല്ല, എല്ലാ ആസ്പെക്ടിനെയും ഒരു ഓപ്പൺ മൈൻഡോടെ വ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ്. അങ്ങനെ ഈ ചാനലിന്റെ ആദ്യത്തെ ഗിവ് അവേയുടെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അത് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു മനോഹരമായിട്ടുള്ള കമന്റ് ചെയ്തിരിക്കുന്ന ഇദ്ദേഹമാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വിന്നർ. ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഒരുപാട് മാസത്തെ ഒരു ശ്രമമാണ് ശരിക്കും നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡിസൈൻ. സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ അത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനായിട്ട് തോന്നിച്ചേക്കാം. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കിയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് എന്തോരുണ്ടെന്ന് മനസ്സിലായത്. ഇതിന്റെ ഡിസൈനിങ്, അതിന്റെ പ്രിന്റിംഗ് ക്വാളിറ്റി, അതിന്റെ പാക്കിംഗ് ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി റെഡിയാക്കേണ്ടത്. അതോടെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു സംഭവം വേണമെങ്കിൽ വളരെയധികം സിമ്പിൾ ആയിട്ട് ഒരുപാടധികം കോസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു സംഭവം തന്നെ വളരെയധികം പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ഞങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആയിരിക്കണം ഈ ഒരു സംഭവം വാങ്ങിക്കുന്നവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാടധികം പൈസ മുടക്കാൻ പാടില്ല. ആ ഒരൊറ്റ കാര്യം, അതായത് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ചത്. അത് ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇത്ര അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ശരിക്കും ഞങ്ങൾ അനുഭവിച്ച് പഠിച്ചു. അതൊന്നും യാതൊരു കുഴപ്പമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിക്കോട്ടെ, ഇതൊരു ഫെയിലിയർ ആയിക്കോട്ടെ, ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്ത ഒരു ഹാർഡ് വർക്ക് ഇല്ലേ, ആ ഒരു അറ്റംപ്റ്റ് ഇല്ലേ, അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു റിവാർഡ് എന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യം എനിക്ക് 100% ഉറപ്പാണ്, ഈ ഒരു സംഭവം നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഏകദേശം 5 മാസത്തിൽ കൂടുതൽ നീണ്ടു നിന്ന ആ ഒരു ഡിസൈനിങ്ങും അതിന്റെ പ്രിപ്പറേഷനും അതെല്ലാം എന്താണെന്നുള്ളത് ആ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. കാരണം അത്ര അധികം പ്രീമിയം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഈ ഒരു സംഭവം ഇപ്പോൾ കറന്റ്ലി പ്രൊഡക്ഷൻ റെഡിയാണ്. ഇനിയിപ്പോൾ ഫൈനലായിട്ട് അതിന്റെ പാക്കിങ്ങിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാന്നേ ഉള്ളൂ. വേണമെങ്കിൽ മാസങ്ങളൊക്കെ മുന്നേ ഞങ്ങൾക്ക് ഈ ഒരു സംഭവം വിറ്റ് തുടങ്ങായിരുന്നു. പക്ഷെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതൊരു തരത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമാണ് ഒരു സംഭവത്തെ എനിക്ക് മറ്റൊരാളുടെ ഇടയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര അധികം നാളും വെയിറ്റ് ചെയ്തത്. ഈ ഒരു സംഭവത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത് അവസാനത്തെ ഒരു ഗീവ് അവേ അല്ല. നമ്മൾ ഈ ഒരു സംഭവം കൊമേഴ്ഷ്യലൈസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഓരോ ആഴ്ചയും ഗീവ് അവേ കൊടുക്കാനാണ് ശരിക്കും ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് എക്സൈറ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ ഇനി പോലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക.
ഈ കമന്റ് ചെയ്തിരിക്കുന്ന വ്യക്തി അഭിയുഗം IG എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജും കൂടി അയക്കാം. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടും മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.